ശ്രീ അൻവറിന്റെ കാര്യമാണ് നിങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹത്തിൽ നിലമ്പൂരിലെ ജനങ്ങൾ ഒരു വിശ്വാസം അർപ്പിച്ചിരുന്നു. പക്ഷെ ആ വിശ്വാസം അദ്ദേഹം കാത്തു സൂക്ഷിച്ചില്ല. ഞാനിപ്പോഴും അദ്ദേഹത്തെ അതിനൊന്നും കുറ്റപ്പെടുത്തുന്നില്ല. അദ്ദേഹത്തെ കുഴിയിൽ ചാടിച്ചതിൽ കോൺഗ്രസ് ആണ്, അതിന്റെ നേതാക്കന്മാർക്കാണ് വലിയ പങ്കുള്ളത്. അഹങ്കാരം തലയ്ക്ക് പിടിച്ച ഒരാളെ എങ്ങനെ ജനം നേരിടുമെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ഭരണ പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത്. പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ എം സ്വരാജിനെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കുന്നത് തങ്ങൾ ഇവിടെ ഉണ്ടെന്ന് കാണിക്കുക മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. PV അൻവർ എന്ന ശത്രുവിനെ ഒതുക്കുന്നതിലപ്പുറം ഈ സ്ഥാനാർത്ഥിത്വം ഒരു രാഷ്ട്രീയം മാത്രമാണ്. 1967 കുഞ്ഞാലിക്ക് ശേഷം ആദ്യമായാണ് CPM പാർട്ടി ചിഹ്നത്തിൽ നിലമ്പൂരിൽ മത്സരിക്കുന്നത്. പാർട്ടിയുടെ തോൽവി ഉറപ്പിച്ചാണ് രക്തസാക്ഷിയാവാൻ എം സ്വരാജ് വരുന്നത്. നിലവിൽ അവിടെ കിട്ടുന്ന വോട്ട് കണ്ടെത്താൻ മാത്രമാണ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി. പിണറായിയുടെ വേട്ടപ്പട്ടിയായി വേഷം കെട്ടിയ അധികാരമോഹിയാണ് സ്വരാജ്. പിണറായിയെ സ്തുതിച്ചു പാട്ടുകൾ പാടിയതിന്റെ കൂലിയാണ് പല സ്ഥാനങ്ങളും സ്വരാജിന്. കമ്മ്യൂണിസ്റ്റ് അല്ലാത്തവർ പോലും അംഗീകരിക്കുന്ന VS അച്യുതാനന്ദനെ കടന്നാക്രമിച്ചു ജനങ്ങൾക്കിടയിൽ ഒരു മൃഗമായി മാറിയ ഒരാളാണ് എം സ്വരാജ്. പിണറായിയുടെ വാടക ഗുണ്ട സഖാവാണ് ഇനി നിലമ്പൂരിൽ വോട്ട് ചോദിച്ചു ഇറങ്ങാൻ പോകുന്നത്. ആര്യാടൻ ഷൗക്കത്തിനോട് മത്സരിപ്പിച്ച് നടത്തുന്ന നിലമ്പൂരിലെ ഇടതുപക്ഷ പരീക്ഷണം മാത്രമാണിത്. പിണറായി വിജയനെ ഗോഡ്ഫാദറായി കാണുന്ന ഒരാളിൽ എന്തിന് ഇത്തരത്തിലൊരു തീരുമാനമെന്ന് ചിന്തിക്കുന്നവരാകും എല്ലാവരും. ഇതിനൊരു ഉത്തരമുണ്ട്. മരുമോൻ റിയാസിന് എതിരായി വരാൻ സാധ്യതയുള്ള യുവ നേതാവ്, അയാളെ ഒതുക്കുക എന്നത് മാത്രമാണ്. ജന്മനാടാണെങ്കിലും അതിൻ്റെ ഒരു ഗുണവും സ്വരാജിന് കിട്ടില്ല. സ്വന്തമായി വ്യക്തിത്വമില്ലാത്ത ഒരു ചീട്ടു മാത്രമാണ് ഇയാൾ. PV അൻവർ 2021 വിജയിച്ചു വരുന്നത് 2700 വോട്ടുകൾ കൊണ്ടാണ്. ഇനി അവിടെ നടക്കുന്നത് നല്ല പോരാട്ടമാണ്. സ്വരാജിന് നിലവിൽ വിജയസാധ്യതയില്ല. എന്നിരുന്നാലും BJP വോട്ടുകൾ മറയാൻ സാധ്യതയുണ്ട്. എല്ലാം നാട് തന്നെയല്ലേ, നിലമ്പൂർ നമ്മുടെ ജന്മനാടാണ്. പോരാട്ടം അൻവറിനെതിരെയാണോ ഷൗക്കത്തിനെതിരെയാണോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോരാട്ടം എല്ലാ ഇടതുപക്ഷ വിരുദ്ധ ശക്തികൾക്കും എതിരെയാണ്. ഏതെങ്കിലും വ്യക്തി എന്ന നിലക്കല്ല. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ വ്യക്തികളെല്ലാം നമുക്ക് സൗഹൃദമുള്ളവരല്ലേ വ്യക്തിപരമായിട്ട്, എന്താ ഗുസ്തിയൊന്നും അല്ലല്ലോ. ഇത് ചില നിലപാടുകൾ, ആശയങ്ങൾ കേരളത്തെ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് നയിക്കാനാണ്. ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങളുടെ, മധ്യവരുമാന രാഷ്ട്രങ്ങളുടെ ഒക്കെ ഒരു നിലയിലേക്ക് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കാനാണ് LDF ഗവൺമെന്റ് ശ്രമിക്കുന്നത്. അതിൽ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്കോ അങ്ങനെയൊന്നും നമ്മൾ ചുരുക്കി കാണാൻ പാടില്ല. പാർട്ടി വിട്ടപ്പോ ആദ്യം വിശദീകരണ യോഗം നടത്താൻ പറഞ്ഞയച്ചത് പാർട്ടി PV അൻവർ പാർട്ടി വിട്ടപ്പോ ആദ്യം പറഞ്ഞയച്ചത് എം സ്വരാജിനെയാണ്. പിന്നീട് തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കാൻ എം സ്വരാജിനെ ഏൽപ്പിച്ചു. ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയായി തന്നെ വരികയാണ്. അല്ല, അങ്ങനെ ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ട് കാണണ്ട. ഇപ്പോ ശ്രീ അൻവറിന്റെ കാര്യമാണ് നിങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹത്തിൽ നിലമ്പൂരിലെ ജനങ്ങൾ ഒരു വിശ്വാസം അർപ്പിച്ചിരുന്നു. പക്ഷെ ആ വിശ്വാസം അദ്ദേഹം കാത്തു സൂക്ഷിച്ചില്ല. ഞാനിപ്പോഴും അദ്ദേഹത്തെ അതിനൊന്നും കുറ്റപ്പെടുത്തുന്നില്ല. അദ്ദേഹത്തെ കുഴിയിൽ ചാടിച്ചതിൽ കോൺഗ്രസ് ആണ്, അതിന്റെ നേതാക്കന്മാർക്കാണ് വലിയ പങ്കുള്ളത്. അപ്പൊ അതെല്ലാം ഇതിനോടകം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ സ്വാഭാവികമായിട്ടും ആ സന്ദർഭത്തിൽ LDF-ഉം CPI-എമ്മും ക്യാമ്പയിനൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. PB അംഗങ്ങൾ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഞാനും അവിടെ പോയിട്ടുണ്ട്. അങ്ങനെയാണ് കാണേണ്ടത്. ഈ സാധാരണ ബൈ ഇലക്ഷനെ വ്യത്യസ്തമാക്കുന്നത് LDF-ന്റെ സിറ്റിംഗ് സീറ്റാണ്. പക്ഷെ സിറ്റിംഗ് MLA അല്ലെങ്കിൽ നേരത്തെ MLA LDF രൂപമില്ല. അത്തരമൊരു സാഹചര്യം ഒരു വ്യത്യസ്തമല്ലേ? അല്ല, അങ്ങനെ ഒരുപാട് വ്യത്യസ്തതകൾ ഉണ്ടാവും ഓരോ തെരഞ്ഞെടുപ്പിലും. ഇതിനങ്ങനെ പ്രത്യേകതയൊന്നുമില്ല. അദ്ദേഹം ഇപ്പം എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കാണ് ഒരു പക്ഷേ അറിയുക. അതൊന്നുമല്ല ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ വിചാരിക്കുന്നത് പ്രധാനമായും ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് ഈ കേരളം കൂടുതൽ അഭിവൃദ്ധിപ്പെടണം. അതിന് ഈ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ കരുത്തോടെ മുൻപോട്ട് പോകണം. അതിനാവശ്യമായ ഒരു വിധിയെടുത്ത് നിലമ്പൂരിലെ ജനങ്ങൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. തെറ്റി നിൽക്കുന്നത് കൊണ്ടാണോ, സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണോ കുറച്ച് സോഫ്റ്റ് നിലപാട് അൻവറിനോട് താങ്കളിൽ നിന്ന് കാണുന്നു? സാധാരണ നിങ്ങൾ അറ്റാക്ക് ചെയ്യുക എന്നതാണ് സ്വരാജിന്റെ ഒരു മോഡ്. അത് നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാത്തതുകൊണ്ടാണ്. നമുക്ക് എല്ലാ മനുഷ്യരോടും സോഫ്റ്റ് നിലപാടല്ലേ. ആശയപരമായ കാര്യങ്ങളിൽ ദൃഢതയുണ്ടാവും, അതിൽ വിട്ടുവീഴ്ച ഉണ്ടാവില്ല. പക്ഷെ വ്യക്തികൾ എന്ന നിലയിൽ നമുക്ക് ആരോടും ശത്രുതയുണ്ടോ? ആരോടും ശത്രുതയില്ലല്ലോ. എല്ലാവരോടും സാഹോദര്യം, സൗഹൃദം, അത്രയല്ലേ ഉള്ളൂ.
അല്ലെങ്കിൽ ഈ അൻവർ മത്സരിച്ചു കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ത്രികോണ മത്സരം അപ്പോൾ BJP കൂടി മത്സരരംഗത്തേക്ക് വരും. അപ്പോൾ എങ്ങനെ ഒരു ഫൈറ്റ് ആയിരിക്കും നിലമ്പൂരിൽ സംഭവിക്കാൻ പോകുന്നത്? അല്ല, ആർക്കും മത്സരിക്കാനുള്ള അവകാശമുണ്ട്. കേരളത്തിൽ ഏതൊരു വോട്ടർക്കും മത്സരിക്കാനുള്ള അവകാശമുണ്ട്. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ ഇല്ല. ആര് മത്സരിക്കും എന്ന് നോക്കിയല്ല LDF നിലപാട് സ്വീകരിക്കുന്നത്. LDF നാടിന്റെ ഭാവിയെ കരുതി, ഇവിടുത്തെ ജനങ്ങളുടെ ഐക്യത്തെ കരുതി ഉള്ള നിലപാട് സ്വീകരിച്ച് മുൻപോട്ട് പോവുകയാണ്. ആര് മത്സരിക്കുന്നു എന്നതൊന്നും ഞങ്ങൾ അങ്ങനെ ഗൗരവമായിട്ട് എടുക്കുന്ന ഒരു കാര്യമല്ല. അത് അവരവരുടെ പ്രശ്നമാണ്, ഞങ്ങളുടെ ഒരു പ്രശ്നമല്ല.